ഹായ് ഫ്രണ്ട്സ്, j7art ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഇടുക്കിയിലെ അടിമാലിയിലാണ്. ഫുഡും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റിംഗിലാണ്. അപ്പൊ നമ്മൾ വീണ്ടും യാത്ര തുടർന്ന് കാടിന്റെ സൈഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ട് പിടിച്ച അന്തരീക്ഷമാണ്. ഒരു ദിവസമല്ല, ഒരു മാസം കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും. ഹെലികോപ്റ്ററിന് ഫുൾ മരങ്ങൾ കവർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു കാറിന് പോകാനുള്ള കാറോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരല്പം കൂടി വലിയ വണ്ടി, അതിൽ വലിയ വണ്ടികളൊന്നും അതിൽ ഓടില്ല. സൈഡൊക്കെ നിറച്ച് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. നമ്മളുടെ സ്ഥലത്തേക്ക്, നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഒന്ന് ചുറ്റുമൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണ്. നല്ല രസകരമായ സ്ഥലമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ വൈകുന്നേര സമയമാണ്, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് തന്നെ നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങൾ ഇപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ അകലെയാണ്, തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആ കാണുന്ന ചെറിയ ചെറിയ റൂമുകളാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലം. നല്ലൊരു ചെറിയ ഇതാണെങ്കിലും നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു റൂമാണ് എന്നാണ് പറഞ്ഞത് കേട്ടത്. നമുക്കിനി ചെന്ന് കാണാം. ഞങ്ങളിപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ആകെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നീല കളറ് വന്നു തുടങ്ങി. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും മഞ്ഞിങ്ങനെ മൂടി മൂടി കവറായി വരികയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം. നമ്മുടെ ചുറ്റുവട്ടം അവിടെ അതൊക്കെ ശരിക്കും ഇരുട്ടായി. നമ്മളുടെ ഇംഗ്ലീഷ് സിനിമകളുണ്ടല്ലോ, അതിലൊക്കെ കാണുന്ന ഒരു എഫക്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടത് ഇതൊക്കെ നല്ല പോലെ മൂടി തുടങ്ങിയിട്ടുണ്ട്. കണ്ട ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ശരിക്കും ആ മരങ്ങളുടെ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ശരിക്കും അങ്ങനെ നിൽക്കുന്നത്. ബാക്കി എല്ലായിടവും നീല മഞ്ഞിൻ്റെ കളറ് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീലപ്പ് നിറഞ്ഞു വന്നു കഴിഞ്ഞു. കണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കണ്ടെങ്കിലും അതൊന്നും അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത തരത്തിലേക്ക് മഞ്ഞ് മൂടിക്കഴിഞ്ഞു. നമ്മുടെ നേരത്തെ കണ്ട തേയിലത്തോട്ടം ഒന്നും ഇപ്പോൾ കാണുന്നില്ല, ഫുൾ മഞ്ഞ് മൂടി കഴിഞ്ഞു. ശരിക്കും ഒരു പെയിൻറ്റിങ് ചെയ്ത പോലുള്ളൊരു എഫക്റ്റാണ് ശരിക്കും അവിടെ കണ്ടു കഴിഞ്ഞാൽ. നമ്മളുടെ നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ വരയ്ക്കുന്ന നല്ല പെയിൻറ്റിങ്സ് ഉണ്ടല്ലോ, എന്ന പോലുള്ള കളർ, നല്ല ഭംഗിയുള്ള കളർ, അതൊക്കെ ഇപ്പോഴാദ്യമായിട്ട് കാണുന്നതാണ്. ഇപ്പം നമ്മൾ ഫോട്ടോഗ്രാഫിക്കൊക്കെ ഈ സ്പേസ് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് വന്നപ്പോൾ ഒരു കപ്പിൾ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ചേർത്തങ്ങനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അടിപൊളി റൂമൊക്കെയാണ്. അവിടെ 5-6 റൂമുകളാണുള്ളത്. അതൊക്കെ ഇങ്ങനെ ഓരോ റൂം പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും കാട്ടിനുള്ളിൽ ഒരു ഏറുമാടം കണക്കാണ് അത് ചെയ്തിരിക്കുന്നത്. ഫുഡിങ് പരിപാടികളൊക്കെ അവിടെ നടക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ബാക്കി വിശേഷങ്ങളുടെ വഴി കാണാം. അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ. നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ചെയ്ത് റെഡിയാക്കി കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിക്കൻ കറി, പിന്നെ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ചത്. നല്ല ചിക്കൻ കറിയൊക്കെ നല്ല റെഡിയായി വരുന്നുണ്ട്. നല്ല സ്മെല്ല്, നല്ല ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ നല്ല തണുവാണ്, നല്ല തണവുണ്ട്. ഞാനാണെങ്കിൽ ഒരു കോട്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിട്ടു. അപ്പോൾ കാരണം തണുവ് ഇത്തിരി കുറവുണ്ട്. ഓടിട്ടതാണ്
എന്നിട്ട് ഉൾഭാഗം സീൽ ചെയ്തിരിക്കുന്നതാണ്. നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു. നമ്മുടെ റൂമിനൊക്കെ നല്ല അത്യാവശ്യം സൗകര്യമുണ്ട്. ഇപ്പോൾ അവിടെ ഞങ്ങൾ മൊത്തം 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 4 പേര് കൂടിയിട്ടാണ് ആ റൂം എടുത്തിരിക്കുന്നത്. റൂം വേണ്ട, മരത്തിനോട് ചേർന്ന് ഷെഡ് ചെയ്തിരിക്കുന്നത്. തട്ടിൽ റൂം ഉണ്ടാക്കിയിരിക്കുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളാണ് മൂന്നാറിലുള്ളത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം തണവായിരിക്കും അവിടെ. Fueled by them to see